ഞാൻ ആവർത്തിക്കട്ടെ, ഏതെങ്കിലും ഒരു അറസ്റ്റിൽ ആഹ്ലാദമോ ഏതെങ്കിലും ഒരു അറസ്റ്റിൽ സങ്കടമോ സന്താപമോ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ CPIM-നോ ഇല്ല. പക്ഷേ സവിശേഷകരമായ ഒരു അറസ്റ്റ് മാത്രം വരുമ്പോൾ തങ്ങൾ കെട്ടിപ്പൊക്കിയ സങ്കുചിത രാഷ്ട്രീയ ആരോപണങ്ങളുടെ അടിത്തറയും മേൽക്കൂരയും പൊളിയുമ്പോൾ നിലവിളിക്കാൻ പാടില്ല എന്ന് ലളിതമായ ഭാഷയിൽ കോടതി ഉത്തരവിനെ ഉദ്ധരിച്ച് തിരിച്ചു പറയേണ്ടതായിട്ട് വരും. തന്ത്രി അറസ്റ്റിലായി, മന്ത്രി എവിടെ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ SITക്ക് ആ കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരുമോ? അതിപ്പോ ഇതൊരു മലയാള പ്രാസ മത്സരമാണെങ്കിൽ തന്ത്രി മന്ത്രി എന്നുള്ള പ്രയോഗത്തിന് അർത്ഥം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് മലയാള പ്രാസ മത്സരവും ഇതൊരു കലോത്സവ വേദിയുമല്ല. ഇത് SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം ബഹുമാന്യനായ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന കാര്യഗൗരവത്തോടും വസ്തുതകളുടെയും മുൻനിർത്തിയിട്ടുള്ള അന്വേഷണമാണ്. അപ്പൊ പ്രാസം വെച്ചുള്ള കളിക്ക് കലോത്സവത്തിൽ റാങ്ക് കിട്ടുന്നത് പോലെ കോടതി മുറിയിലോ അന്വേഷണത്തിലോ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കട്ടെ, ബഹുമാന്യനായ BJP നേതാവ് പ്രതികരിച്ചു കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുകയും ശ്രദ്ധേയമായ അഭിഭാഷക പദവികളൊക്കെ അലങ്കരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം അഭിഭാഷക പദവി അലങ്കരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം ഇത്തരത്തിൽ വളരെ സാധാരണക്കാരനായ ഒരു BJPയുടെ പ്രവർത്തകൻ വന്ന് ഉന്നയിക്കാൻ സാധ്യതയുള്ള വാട്സപ്പ് സർവകലാശാലയിലെ ആരോപണങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കാൻ പാടുണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ ഇപ്പോ ഒരു അന്വേഷണ സംഘം ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നു. ഈ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ ഇതേവരെ സംഭവിച്ച മറ്റ് അറസ്റ്റുകളോടൊന്നും തോന്നാതിരുന്ന ഒരു സംശയത്തിന്റെ ത്വര എന്തുകൊണ്ടാണ് ഈ സൂചിപ്പിച്ച മുൻ BJP സംസ്ഥാന അധ്യക്ഷന്മാർ മുതൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് വരെ തോന്നാൻ കാരണം അങ്ങനെ ഒരു സംശയത്തിന്റെ ത്വര SITയുടെ നേർക്കുണ്ടോ? അങ്ങനെ ഒരു സംശയത്തിന്റെ ത്വര SIT അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന നമ്മളുടെ നാട്ടിൽ ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ചിന് നേർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അന്നേരം വ്യക്തമാക്കണമായിരുന്നു. ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത്തരം ഒരു സംശയത്തിന്റെ ത്വര? ആങ്കർ ചോദിച്ചു, BJPയുടെ അവിടുത്തെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം വീട്ടിൽ പോയതിനെ അദ്ദേഹം സമീകരിച്ചത് എങ്ങനെയാണ്? അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതാവായിട്ടുള്ള ശ്രീ വിജയകുമാർ വീട്ടിൽ പോയില്ലേ? എന്നിട്ട് പറയുന്നു മന്ത്രി അദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞില്ലേ? ഒരാളെ അറിയാമെന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിന് ശേഷം വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിൽ പോകുന്നതല്ല, ഈ അറസ്റ്റിന് ശേഷം അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുകയും ചെയ്യുന്നത് ഒരു സ്വാഭാവിക കാര്യമായിട്ടാണോ ബഹുമാന്യനായ BJP നേതാവ് കരുതുന്നത്? അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്ന വിജയകുമാർ എനിക്കും ആങ്കർക്കും അറിയാൻ വയ്യാത്ത ആളല്ലല്ലോ. ചെങ്ങന്നൂർ ബൈ ഇലക്ഷനിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ മുഖമായി ആ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവിന്റെ പേരല്ലേ അദ്ദേഹം. അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് മാത്രമല്ലല്ലോ. അപ്പൊ കോൺഗ്രസുകാരും BJPക്കാരും വീട്ടിൽ പോയി രാഷ്ട്രീയമായി സങ്കുചിത രാഷ്ട്രീയം അങ്ങ് പറയാൻ ശ്രമിച്ചാൽ എനിക്ക് തിരിച്ചു പറയേണ്ടി വരും. കോൺഗ്രസിന്റെയും BJPയുടെയും ആലപ്പുഴയിലെ നേതാക്കന്മാർ വീട്ടിൽ പോയി കണ്ടു. ആ വീട്ടിൽ പോയി കണ്ടത് ഐക്യദാർഢ്യം അറിയിക്കാനല്ല, ആഭിമുഖ്യം അറിയിക്കാനല്ല, മറിച്ച് വീട്ടുകാരെ ആശ്വസിപ്പിക്കാനാണോ? എനിക്കറിയില്ല. BJP നേതാവ് എങ്ങനെയാണ് ഈ കേസിൽ SIT അറസ്റ്റ് ചെയ്ത ഒരാളുടെ വീട്ടിൽ പോയി കോൺഗ്രസ് BJP നേതാക്കന്മാർ ഇപ്പോൾ സന്ദർശനം നടത്തുന്ന ആഗമന ഉദ്ദേശം ആശ്വസിപ്പിക്കലല്ല, ഐക്യദാർഢ്യ പ്രഖ്യാപനമല്ല, മറിച്ച് നിങ്ങൾ ആര് കുറ്റം ചെയ്താലും ഞങ്ങൾ നടപടിയെടുക്കും, ഞങ്ങൾ SITയോടൊപ്പം നിൽക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോയത്? എനിക്കറിയില്ല. BJP നേതാവ് അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഇതൊക്കെ വാദിച്ച് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ എവിടേക്ക് പോയി? ഏറ്റവും ഒടുവിൽ പറയുകയാണ് ഈ കാര്യത്തിനകത്ത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന്റെ അറസ്റ്റിന് ശേഷം സ്റ്റാഗ്നേഷൻ സംഭവിച്ചിരിക്കുന്നു അല്ലെ? അതാണ് എനിക്ക് തോന്നുന്നു ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പ്രയോഗിച്ച പ്രയോഗം. ഞാൻ സമ്പൂർണ്ണമായി പാണ്ഡിത്യമുള്ളൊരു നിയമ വിദ്യാർത്ഥിയല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ പ്രയോഗം കേരളത്തിൽ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്തിരുന്നു മാത്രമല്ല കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും അവതാരകർക്കും അതോടൊപ്പം തന്നെ കേരളത്തിലെ സംഘടിത BJP കോൺഗ്രസ് പ്രതിപക്ഷത്തിനും താല്പര്യമുള്ള പ്രയോഗമായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായത്. അന്ന് ഞങ്ങൾ പറഞ്ഞു പരിമിതമായ അറിവിൽ കോടതി മേൽനോട്ടം നടക്കുന്ന ഡിവിഷൻ ബെഞ്ച് ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുമ്പോൾ മറ്റൊരു ബെഞ്ച് ഇത്തരം പ്രസ്താവന നടത്തുന്ന അനുചിതമാണോ എന്ന് നിയമപണ്ഡിതർക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഞങ്ങൾ പങ്കുവച്ചിരുന്നു. എന്താ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് SIT സീൽ ചെയ്ത കവറിൽ എല്ലാ റെഗുലർ ഇന്റർവെല്ലിലും കൊടുക്കാറുള്ള അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവന നടത്തിയപ്പോൾ ഉപയോഗിച്ച പ്രയോഗം എന്താണ്? അങ്ങയുടെ അത്ര നിയമപാണ്ഡിത്യം എനിക്കില്ലെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കുറച്ച് വാചകങ്ങൾ SITയെ കുറിച്ച് ഈ മേൽനോട്ടം വഹിക്കുന്ന കോടതി പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? The investigation is proceeding strictly in accordance with law and along the correct lines. ഒരു സംശയത്തിനും ഇടമില്ലാത്ത വണ്ണം ഡിവിഷൻ ബെഞ്ചിന്റെ മജിസ്ട്രേറ്റ് ന്യായാധിപ സംഘം പറഞ്ഞിരിക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ നിയമപരമായും സത്യസന്ധമായും നിലയിൽ തന്നെ മുമ്പോട്ടേക്ക് പോകുന്നു. Merely because the SIT has at this stage focused on the transactions from the subject matter of the crime number
3700 മുതൽ പറയുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ടു കണ്ടിന്യൂ ദ ഇൻവെസ്റ്റിഗേഷൻ മെറ്റിക്കുലസ്ലി ആൻഡ് ഫിയർലെസ്ലി അൺഇൻഫ്ലുവൻസ്ഡ് ബൈ എനി എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഓർ എക്സ്ട്രാനീനിയസ് കൺസിഡറേഷൻ. ഒരു ബാഹ്യ സമ്മർദ്ദത്തിനും വിധേയപ്പെടാതെ ശക്തമായി ഭയരഹിതമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ ഈ കോടതിയുടെ ആശീർവാദം, ഈ കോടതിയുടെ പ്രതികരണത്തിന് ശേഷമാണ് ഇപ്പൊ സൂചിപ്പിച്ച അറസ്റ്റിലേക്ക് വരുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, ഏതെങ്കിലും ഒരു അറസ്റ്റിൽ ആഹ്ലാദമോ ഏതെങ്കിലും ഒരു അറസ്റ്റിൽ സങ്കടമോ സന്താപമോ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ CPIM-നോ ഇല്ല. പക്ഷേ സവിശേഷകരമായ ഒരു അറസ്റ്റ് മാത്രം വരുമ്പോൾ തങ്ങൾ കെട്ടിപ്പൊക്കിയ സങ്കുചിത രാഷ്ട്രീയ ആരോപണങ്ങളുടെ അടിത്തറയും മേൽക്കൂരയും പൊളിയുമ്പോൾ ഇങ്ങനെ കടന്ന് നിലവിളിക്കാൻ പാടില്ല എന്ന് ലളിതമായ ഭാഷയിൽ കോടതി ഉത്തരവിനെ ഉദ്ധരിച്ച് തിരിച്ചു പറയേണ്ടതായിട്ട് വരും. അതാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, ഓക്കെ, ഞാൻ വരാം ജയിക്ക്.